എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് ലെങ്തുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ചാനലിനെ കുറിച്ച് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 1 വർഷത്തോളമായി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. അതിൽ ഇത്ര വിഷമമുണ്ട്. ഞാൻ കൂടുതലും കോമഡി ഷോർട്സ് ആണ് ചെയ്യുന്നത്. അത് കോമഡി മാത്രമല്ല, ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല. യൂട്യൂബ് നോക്കി ഞാൻ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് പാട്ട് പാടിയിടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഇത്തിരി നല്ല വ്യൂസൊക്കെ കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, വ്യൂസ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാൻ തുടങ്ങിയ സമയം മുതൽ എങ്ങനെയാണ് വീഡിയോസ് ഇട്ടിരുന്നത് അതേപടിയാണ് ഇപ്പോഴും ഞാൻ ഇടുന്നത്. എനിക്ക് ആദ്യം ഇട്ട അത്രയും ഒരു വ്യൂസ് എനിക്ക് കിട്ടുന്നില്ല, കുറവാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ എന്നെപ്പോലെ അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരു വീട്ടമ്മ വളരെ വിഷമത്തോടും കൂടെ പറയുന്നു. അവരുടെ ചാനൽ ഏകദേശം 4 വർഷത്തോളമായി. അപ്പം ഞാൻ അവരുടെ ചാനലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല നല്ല ടോപ്പിക്കുകളാണ് ഇടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം എനിക്കും പറയാനുള്ള ആ വീട്ടമ്മ പറയും പോലെ നമ്മൾ സെലിബ്രിറ്റികളല്ലല്ലോ, എങ്കിലും വീട്ടിൽ നിന്ന് നമുക്ക് നല്ല പ്രോത്സാഹനമാണ് കിട്ടുന്നത്. എപ്പോഴും അവർ നമ്മളെ കൂടെ കാണില്ല. ചിലപ്പോൾ വീഡിയോ, പാട്ട്, ഡാൻസൊക്കെ എടുക്കുന്ന സമയത്ത് അവരൊന്നും കാണില്ല. അവർക്ക് പഠിക്കാനുള്ള ഒരിതിൽ അവരെന്തിനാ ശല്യപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടാണ് അതും തറയിൽ വീഴാതെയൊക്കെയാണ് നമ്മൾ അത് കഷ്ടപ്പെട്ട് എടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെച്ചൊന്ന് നിർത്താമെന്ന്. ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും തോന്നുന്നില്ല. അതിൻ്റെ കൂടെയുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രം. കുറച്ച് പേരെങ്കിലും കാണുന്നല്ലോ. എന്തുകൊണ്ടാണ് യൂട്യൂബ് നമ്മളെ വീഡിയോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല എഡിറ്റിങ്ങൊക്കെ ആക്കിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എൻ്റെ മാക്സിമം കഴിവ് ഞാൻ ഇതിൽ പ്രയോജനപ്പെടുത്തിയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഞാനിതിൽ വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിലുള്ള പ്രോത്സാഹനം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലോട്ട് തന്നെ വന്നത്. ഇത്രയും ആയിട്ട് വെച്ച് നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ സമയം അതൊക്കെ വെറുതെ എന്തിനാണ് കളയുന്നത്. പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ ഒരു വീഡിയോയെങ്കിലും റീച്ച് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവരെന്ത് കാണിച്ചിട്ടാണ് ഇവർക്കിത് കിട്ടുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മളിടുന്ന വീഡിയോസെന്ന് ഞാൻ സ്വയം വിലയിരുത്തുന്ന ആളാണ്. പിന്നെ അതിലെ നെഗറ്റീവ്സ്, ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നെഗറ്റീവ്സൊക്കെ ഞാൻ മനസ്സിലായി. ഇപ്പോൾ ഡാൻസ് ആയിരുന്നാലും എനിക്ക് ഒരുപാട് കുറവുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിടുന്നതാണ്. എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക്. അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷെ കോമഡി ഒക്കെ ആണെങ്കിൽ ഞാൻ നല്ല കോമഡീസൊക്കെ ഇട്ടിരുന്നാലും വ്യൂസ് കുറയുന്നുണ്ട്. മുമ്പ് ഇടുന്നതിനേക്കാളും ഒത്തിരി കുറവാണ്. വ്യൂസ് കുറഞ്ഞു വരുന്നു. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇതാണോ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം എന്താ പറയുക, അപ്പം എല്ലാവരെയും മുമ്പിൽ നമ്മളെ വീഡിയോസും എത്തിക്കണ്ടേ. നമ്മളും വെറുതെ ഇരിക്കണം. നമുക്ക് ആദ്യം യൂട്യൂബിൽ നിന്നൊരു വരുമാനം, ആദ്യമായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നതിനൊരു പ്രതിഫലം, പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കുഞ്ഞു കഴിവുകൾ, അതൊക്കെ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ ആ ഒരു സന്തോഷം, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ പോലുള്ള വീട്ടമ്മമാരെ ആഗ്രഹിക്കുന്നത്. ഇപ്പം തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉടുത്തൊരുങ്ങിയിരിക്കുന്നത്. എനിക്ക് യൂട്യൂബിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മളെ വീഡിയോസ് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക അത് ചെയ്യുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ജോലി പോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് കൂടിയിരുന്നാലും എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഏത് വീഡിയോസ് ഇട്ടിരുന്നാലും ഇപ്പം ഒരു 3 or 4 ഒക്കെ സബ്സ്ക്രൈബ് കിട്ടുക ഭയങ്കര സന്തോഷമായിരിക്കും. എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. ഞാൻ പിന്നെ എൻ്റെ മക്കളോടും ചേട്ടനെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പം എൻ്റെ ഒരു വീഡിയോക്കെങ്കിലും എനിക്ക് ഒരാഗ്രഹമുണ്ട്, നല്ല വ്യൂസ്, നല്ല ലൈക്കൊക്കെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ
എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളെപ്പോലുള്ള വീട്ടമ്മമാരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.